ജനകീയാസൂത്രണം തുടങ്ങിയിട്ട് ഇപ്പോൾ 14 വർഷം കഴിയുന്നു. വികേന്ദ്രീകൃത ആസൂത്രണവും വികേന്ദ്രീകൃത ഭരണത്തിലൂടെയും സുസ്ഥിരമായ വികസന മാതൃകകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ പരിസ്ഥിതി പുനഃസ്ഥാപനം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. എന്നാൽ ഇത് വിവിധ പഞ്ചായത്തുകളിൽ നടന്നിട്ടുണ്ട് എങ്കിലും മറ്റ് പഞ്ചായത്തുകൾക്കോ പൊതുവിൽ സമൂഹത്തിന് മൊത്തമായോ എത്തിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല. അത് സമൂഹത്തിൻ്റെ ഒരു ചർച്ചാ വിഷയമായി മാറ്റുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ശാസ്ത്രജ്ഞർക്കും പൊതുപ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും ഒന്നും തന്നെ പ്രോത്സാഹനം നൽകുന്നതിനോ കാര്യമായ ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിട്ടില്ല. അവിടെയാണ് ഈ സാമൂഹ്യ റിയാലിറ്റി ഷോയുടെ പ്രസക്തി വരുന്നത്. ഈ റിയാലിറ്റി ഷോ ആദ്യം ആസൂത്രണം ചെയ്യുമ്പോൾ ശുചിത്വ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളത്തിലെ മാലിന്യമുക്ത കേരളം എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആലോചിച്ചിരുന്നത്. എന്നാൽ ശുചിത്വ മേഖലയ്ക്ക് മാത്രമായ ഒരു തന്ത്രം എന്ന രീതിയിൽ ഇത് പ്രചരിപ്പിക്കുന്നതിന് ഉപരിയായി ഒരു പഞ്ചായത്തിലെയോ ഒരു നഗരസഭയിലെയോ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സോഷ്യൽ റിയാലിറ്റി ഷോ കൂടുതൽ ഫലപ്രദമായിരിക്കും എന്ന് ഇതിൻ്റെ വിദഗ്ധർ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുചിത്വ മിഷൻ ഇത്തരത്തിലുള്ള ഒരു വലിയ ക്യാൻവാസിൽ ഈ ഒരു പരിപാടി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇവിടെ കാർഷിക മേഖല, ഭക്ഷ്യസുരക്ഷ, അതുപോലെ തന്നെ ജലസേചനം, കുടിവെള്ള സ്ഥിരത, ശുചിത്വം, പൊതുജനാരോഗ്യം, ഹൗസിംഗ്, പരിസ്ഥിതി പുനഃസ്ഥാപനം, നീർത്തട വികസനം, നല്ല ട്രാഫിക് പ്ലാനിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പഞ്ചായത്തുകളുടെ അനുഭവങ്ങൾ ആളുകൾക്ക് പകർന്നു കൊടുക്കാനും ആ തരത്തിലുള്ള പ്രവർത്തനം ഏറ്റെടുത്തതിന് അവരെ അംഗീകരിക്കുന്നതിനുള്ള ഒരു സാധ്യതയായിട്ടാണ് നമ്മൾ കണ്ടത്. ഇതിലൂടെ ശുചിത്വ മേഖലയിൽ പ്രത്യേകിച്ച് ജനകീയ ആരോഗ്യ പ്രവർത്തനത്തിനും ശുചിത്വ ശീലം കൂടുതൽ വളർത്തുന്നതിനും ഉള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിനും ഈ ഒരു സോഷ്യൽ റിയാലിറ്റി ഷോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ സീഡിറ്റും ദൂരദർശനും ശുചിത്വ മിഷനും ഒരുമിച്ച് ആലോചിക്കുകയും ഇതെങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇതിൽ വളരെ വലിയൊരു താല്പര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും കാണിച്ചത്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവരുടെ എല്ലാം ഉപദേശപ്രകാരമാണ് ഈ ഒരു പരിപാടി വികസിപ്പിച്ചിട്ടുള്ളത്. ഇത് ശുചിത്വ മിഷൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് എടുക്കുമ്പോൾ തന്നെ ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എല്ലാ ഘടക വകുപ്പുകളും അതുപോലെ തന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും സഹായം നൽകുന്നുണ്ട്. ഇതിൻ്റെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നത് സീഡിറ്റാണ്. അതുപോലെ തന്നെ ഇത് പൊതുജനങ്ങളിലെത്തിച്ച് ഇതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറായിട്ട് പ്രവർത്തിക്കുന്നത് ദൂരദർശനാണ്. ദൂരദർശനും സീഡിറ്റും ഇക്കാര്യത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെയധികം പ്രധാനമാണ്. അവരുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സോഷ്യൽ റിയാലിറ്റി ഷോ പ്രാവർത്തികമാകുകയില്ലായിരുന്നു. ഈ പരിപാടി പ്രാവർത്തികമാകുന്നതോടുകൂടി മാലിന്യമുക്ത കേരളം കർമ്മ പരിപാടിയുടെ സാക്ഷാത്കാരത്തിന് നമ്മൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ശുചിത്വ മിഷൻ്റെ പ്രതീക്ഷ.